ഏവർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അയൽക്കൂട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നഗരത്തിലെ തൊട്ടടുത്ത് തന്നെയുള്ള കൊണ്ടോട്ടി 17 എന്ന് പറയുന്ന സ്ഥലത്തെ ദയാനഗർ റെസിഡൻസ് അസോസിയേഷനിലേക്കാണ്. മലപ്പുറം ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളിൽ പ്രഥമ ഗണനീയമായ ഒരു സ്ഥാനം തന്നെ അലങ്കരിക്കുന്ന ദയാനഗർ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും ഭാരവാഹികൾക്കും ഞാൻ വീണ്ടും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ദയാനഗറിലെ വാചകമേളയിൽ നമുക്ക് അന്വേഷിക്കാനുള്ളത് മുൻവിധിയെക്കുറിച്ചാണ്. ഇവിടെ എത്തിച്ചേർന്നപ്പോൾ എന്നെ അല്ലെങ്കിൽ ദർശന TV-യെ ഈ അയൽക്കൂട്ടത്തെക്കുറിച്ചും എല്ലാവർക്കും ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള ഓരോരുത്തർക്കും മുൻവിധി ഉണ്ടാകാം. അതുപോലുള്ള മുൻവിധി നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും പല പാകപ്പിഴവുകളും സൃഷ്ടിക്കാറുമുണ്ട്. ഈ മുൻവിധിയെക്കുറിച്ച്, മുൻവിധി എന്ന ഒരു വികാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിചാരത്തെക്കുറിച്ച് ഇവിടെയുള്ള ആളുകൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തിനോട് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് ആരായാം. വാചകമേളയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. എന്തൊക്കെയാ പേര്? അഷ്റഫ്. അഷ്റഫ്, എന്ത് ചെയ്യുന്ന അഷ്റഫ്? ഞാൻ അധ്യാപകനാണ്. എന്ത് അധ്യാപകനാണ്? ഹിന്ദി അധ്യാപകനാണ്. ഹിന്ദി രാഷ്ട്രഭാഷ പഠിപ്പിക്കുന്നു. രാഷ്ട്രഭാഷ അഭിമാനിക്കുന്നു. രാഷ്ട്രഭാഷ. എന്താണ് നമ്മളെ മുൻവിധിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? മുൻവിധിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളെ അടുത്ത് സംഭാവനക്കായിട്ട് ചെല്ലുമ്പോൾ അയാള് തരുമോ? തരൂലേ? പോകുന്നത് വെറുതെ ആവുമോ? അല്ല കൊടുക്കലുണ്ടോ? കിട്ടിയാൽ തരുമോ എന്നുള്ളൊരു സംശയം. അങ്ങനെ 4-5 പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കും. അയാളെ കിട്ടും. ഏതായാലും കിട്ടുമ്പോൾ അയാൾ വീട്ടിൽ ചെല്ലും. അല്ല, നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് പാവപ്പെട്ട ഒരു കുടുംബത്തെ സഹായിക്കാനാണ്. നിങ്ങൾ വല്ലതും തരണം എന്ന് ചോദിച്ച് ചെല്ലുമ്പോൾ അയാൾ നമ്മൾ പ്രതീക്ഷയിലേറെ തരും. പ്രതീക്ഷിക്കുന്നതിലേറെ നമ്മൾ മുൻവിധിയായിട്ട് കണ്ടിരുന്ന സംഖ്യയേക്കാൾ കൂടുതൽ തരും. അന്നേരം നമ്മൾ ആ മുൻവിധി ആകെ പാളിപ്പോവാണ്, മാറിപ്പോവാണ്. ഇങ്ങനെ ഇപ്പോ അത് ഈ ഒരു അടുത്ത് പിരിവിന് പോയിരുന്നോ? അടുത്ത് നമ്മളെ പരിപാടി തന്നെയാണ്. പരിപാടി തന്നെ അതാണ്. ഇവിടുത്തെ ഒരു പിരിവുകാരാണ് ഞങ്ങളെ കണ്ടാൽ തന്നെ വാലടക്കുകയാണ്. നിങ്ങളെ കാണുമ്പോ എന്തിനാ വരുന്നത് അവർക്ക് അറിയാം. ആ ആൾക്കാർക്ക് ഒരു മുൻവിധി ഉണ്ട്. അത് തിരക്കടില്ല. ഇവര് 3-4 ആള് വന്നാൽ നമ്മളെ കാശ് പോകും, ഉറപ്പാണ്, ഉറപ്പിച്ച അവര്. അപ്പൊ പലപ്പോഴും നമ്മള് വിചാരിക്കുന്ന ആളുകളിൽ നിന്നായിരിക്കില്ല ചിലപ്പോ അതിനേക്കാൾ കൂടുതൽ കിട്ടുക. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. അത് അങ്ങനെയാണ് അനുഭവം. മറ്റു തരത്തില് മുൻവിധിയായിട്ട് മറ്റൊരു തരത്തിൽ നമ്മളിപ്പോ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങുമ്പോ ഇങ്ങനെ എന്താ ശരിയാവുമോ, നമ്മളെ ഡ്രസ്സ് കുറച്ച് ഓവർ ആവുമോ, അല്ല മതിയാവുമോ എന്നുള്ള ഒരു മുൻവിധി. അപ്പൊ അവിടെ ചെല്ലുമ്പോഴേ അറിയാം നമ്മളെക്കാൾ ടോപ്പിലേക്കാരും എല്ലാവരും. നമ്മളെക്കാളും ടോപ്പായിരിക്കും എല്ലാവരും. പിന്നിലാവും. പിന്നിലാവും. അതുവരെ ഞാനാണ് ടോപ്പ് എന്നുള്ള ഇതിലാ പോവാ. അവിടെ ചെല്ലുമ്പോ നമ്മളെക്കാളും ഓവർ അവര്. അങ്ങനെ ഇദ്ദേഹത്തിന് കൊടുക്കണം. ഒരു അധ്യാപകൻ മോശമില്ല. ഇനി അടുത്തത് എന്താ പറയാ? പെണ്ണുങ്ങൾക്കൊന്നും പറയല്ലേ? ഒരു മുൻവിധി ഇല്ല നിങ്ങൾക്കൊന്നും? നസീമ. എന്ത് ചെയ്യുന്നു നസീമ താത്ത? ഒന്നും ചെയ്യില്ല, ഹൗസ് വൈഫാണ്. അപ്പൊ നസീമ താത്ത, എന്താ നസീമ താത്തക്ക് മുൻവിധി ഒന്നുമില്ലേ? മുൻവിധി ഉണ്ട്. എങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അത് അങ്ങനെ പ്രകടമായിട്ട് വരാറ്? പക്ഷെ എനിക്കല്ല മുൻവിധി. എനിക്ക് ഏറ്റവും അടുത്ത ഒരാള്, അത് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവാണോ? ഭർത്താവല്ല, എനിക്ക് ഏറ്റവും അടുത്തപ്പെട്ട ഒരാൾ. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരു വഴിക്ക് എന്തെങ്കിലും ഒരു യാത്ര പോകുമെന്ന്, അപ്പോൾ ആ യാത്ര പോയിട്ട് നമ്മൾ തിരിച്ച് വരുന്നത് ചിലപ്പോൾ ബസ് എന്തെങ്കിലും ബ്ലോക്കിലോ എന്തെങ്കിലും കുടുങ്ങിയിട്ട് നമ്മൾ വരാൻ വൈകും. അപ്പോൾ ആ വൈകുന്ന സമയത്ത് ഈ വീട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്യുന്ന ആരായാലും ഇത്ര സമയം കൊണ്ട് ഇത്ര ഇത് ഇവിടെ എത്തിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദിക്കുമ്പോൾ നമുക്ക് പല കാരണം കൊണ്ട് ചിലപ്പോൾ വഴിയിൽ നമുക്ക് ബ്ലോക്കോ ഇനി വേറെ എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും സംഭവിച്ചിട്ട് അത് നമുക്ക് ആ യാത്ര നമുക്ക് കുറച്ച് വൈകും. അപ്പം അത് പല സമയത്തും പല വീടുകളിലും അത് പ്രശ്നമാണ്. മൊത്തത്തിൽ പറയുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ അന്നേരം ഇതിനെ പറ്റിയാണ്ട് ചിന്തിക്കുമ്പം നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ അത് വലിയ ചിന്തിച്ച് വെച്ചതായിരിക്കില്ല സംഭവിച്ചിട്ടുണ്ടാകുക.
അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങളും ഒരു യാത്രൻ്റെ മാത്രമല്ല മൊത്തത്തിൽ നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഒരു മുൻവിധിയോട് കൂടി ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം അങ്ങനെ കരുതിയിരുന്ന ആളാണ്. പല ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉദ്ദേശിച്ച് ചെല്ലുമ്പോൾ ഇയാളെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുമോ അങ്ങനെ പല ഇതായിട്ട് ഇപ്പോൾ ഇതിന് മുന്നേ ഒരു തിരൂർ ഒരു ടാക്സ് ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഇതിന് മുന്നത്തെ പ്രാവശ്യം അയാളെ പരിചയപ്പെട്ട് അപ്പോൾ അയാൾക്ക് നിങ്ങൾ പറഞ്ഞേക്ക് ജാതിൻ്റെ പേരിൽ അത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉള്ളിൻ്റെ ഉള്ളിലും ഒരു ഉണ്ടാവുമോ നമ്മളോട് ഒരു വർഗീയത. നമ്മൾ പർദ്ദയും ഇതൊക്കെ ഇട്ട് ചെന്ന സ്ത്രീകളാവുമ്പോൾ അതിൻ്റെ പേരിൽ നമ്മളോട് ഒരു എന്തെങ്കിലും ഒരു അകൽച്ച കാണിക്കുമോ എന്നുള്ള അയാൾ കുറി ഇതൊക്കെ തൊട്ടതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരാകുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ സ്ത്രീകൾ അതേപോലെ അറിയാൻ കഴിയില്ലല്ലോ ഇത് ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യൻ ആണോ ഒന്നും അറിയാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അയാൾ ഇതേപോലെ നമ്മളോട് എങ്ങനെ ഏത് രൂപത്തിലാണ് പ്രതികരിക്കുക വെച്ച് നമ്മൾ കുറച്ച് ഒരു നമ്മൾ ഒരു ഇതിൽ അങ്ങനെ ഒരു ചായവിൽ തയ്യാണ്ട് നമുക്ക് കാര്യം സാധിക്കണം. ഒരുപാട് പ്രാവശ്യം അവിടെ ചെല്ലേണ്ട ഒരു അവസ്ഥ വരുത്തിയതെന്ന രൂപത്തിൽ പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അയാൾ വളരെ ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങളോട് പെരുമാറിയത്. ഒരു ഹിന്ദു സാറാണ്, ചന്ദനക്കുരിയൊക്കെ തൊട്ടിട്ട്. അപ്പം ഒരു മുൻവിധി ഇപ്പം സാർ നേരത്തെ പറഞ്ഞതുപോലെ ആ മുൻവിധി വളരെ തെറ്റായി പോയിന്ന് അവസരത്തിൽ തിരിച്ചറിഞ്ഞ് എൻ്റെ പേര് സെയ്ദു ഹാജി. ഞാൻ ദയാനഗർ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പ്രസിഡന്റ്. ഒരു പ്രവാസി 20 വർഷമായിട്ട് വിദേശത്ത് ജോലി ചെയ്ത ആളാണ്. മുൻവിധിയിൽ വിശ്വസിച്ചു വളരെ കാലങ്ങൾ കഷ്ടപ്പെട്ട് വിദേശത്ത് ജോലി ചെയ്തു. അന്ന് ഉദ്ദേശിച്ചിരുന്നത് നമ്മളെ നാട്ടിലെ ദാരിദ്ര്യം ഒരു കാലഘട്ടത്തിലും മാറില്ല. അതുകൊണ്ട് 20 വയസ്സ് അവിടെ ചെലവഴിച്ച് 20 വയസ്സ് വിദേശത്ത് ചെലവഴിച്ചു. ഒരു പുരുഷായുസ് മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം. 20 വർഷം അതെ 20 വർഷം അവിടെ ചെലവഴിച്ച് തിരിച്ചു വന്ന് മനസ്സിലായി ഇത്രയൊന്നും ബുദ്ധിമുട്ടായി വിദേശത്ത് ജീവിച്ചില്ലെങ്കിലും നാട്ടിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നു. അതോടുകൂടി എൻ്റെ പ്രായത്തിലുള്ള പല ആളുകൾക്കും ഇന്നത് മനസ്സിലായിട്ടുണ്ട്. എന്ത് ഈ മുൻവിധി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒന്നല്ല. മുൻവിധി എന്നൊന്നും വിശ്വസിക്കേണ്ടതില്ല. കൊള്ളാത്തൊരു സാധനം. അത് എന്ന് മുതൽ നമ്മൾ വിശ്വസിച്ചോ അന്ന് മുതലേ ഉദാഹരണത്തിന് പഠിക്കുന്നന്ന് ടെലിവിഷൻ, ഫ്രിഡ്ജ്, ഇതിനെപ്പറ്റിയൊക്കെ മാസ്റ്റർ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടാൽ വിദേശത്ത് അമേരിക്കയിലോ റഷ്യയിലോ അതുപോലെ അതല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലല്ല ഇന്ത്യയിലൊക്കെ ഉണ്ടാവുമോ? ഇന്നെന്താ സ്ഥിതി? ഇന്ന് എൻ്റെ വീട്ടിലടക്കം ഇതായി. എല്ലായിടത്തും ഉണ്ട്. മാഷ വീട്ടിലുണ്ടാവില്ല, അന്നില്ല. പക്ഷെ മാസ്റ്റർക്ക് അതിനെപ്പറ്റി അറിയാം. പഠിച്ച വിവരം വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ ഈ മുൻവിധി നേരത്തെ വിശ്വസിച്ച് എന്താ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കൊന്നും അനുഭവിക്കാൻ സാധിക്കില്ല. TV കാണാൻ പറ്റില്ല, ഫ്രിഡ്ജ് ഉണ്ടാവില്ല, കാർ ഉണ്ടാവില്ല എന്നൊക്കെ വിശ്വസിച്ച് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരടക്കം ഇത് കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ വന്നിരിക്കാം. കാര്യങ്ങൾ മാറി. ആ മാറ്റത്തോട് കൂടിയിട്ട് എന്തായി? മുൻവിധിയിൽ യാതൊരു അർത്ഥമില്ല. മുൻവിധി വിശ്വസിക്കേണ്ടതില്ല. അങ്ങനൊരു കാര്യം ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെവിടെ ശരിയായിട്ട് വന്നത് മുൻവിധി? നമ്മളിങ്ങനെ കണക്ക് കൂട്ടി ജീവിതം വെറുതെ പാഴാക്കി പോവാ എന്നല്ലാതെ അതിലൊരർത്ഥമില്ല. സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നല്ല ഒരു കാലം. അത് ഒരാളെ കാര്യമില്ല, ഒരു കാലഘട്ടത്തിൽ ജീവിച്ച മൊത്തം ആളുകളെ. ഇല്ല, ഇനിയും വരുന്നവർക്കും ഉണ്ട്. നമ്മള് ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളത് വേറെ ഉണ്ട്. അതെ. അപ്പൊ അങ്ങനെയാണ് മുൻവിധിയെ കുറിച്ചുള്ള അനുഭവം. മുൻവിധി നന്നല്ല തന്നെയാണ് അഭിപ്രായം. അന്നല്ല ഇരിക്കുക. മുൻവിധിനെ കൊണ്ട് ഗുണം ഉണ്ടായി എന്നുള്ളൊരു കാര്യമുണ്ടോ? ഞാൻ സലാഹുദ്ദീൻ, ദയാനഗർ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെക്ഷൻ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഓക്കെ. മുൻവിധിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില സമയത്ത് എൻ്റെ ജീവിതത്തിൽ മുൻവിധി ചില സമയത്ത് ഇതായിട്ടുണ്ട്, അതായത് പ്രാവർത്തികമായിട്ടുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം. അത് എന്താണ് ഞാൻ പറയുന്നില്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാൽ അതുപോലെ ആവാറുണ്ട്. മുൻവിധി അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുമ്പോൾ വെറുതെ പറയുന്നതായിരിക്കും. പക്ഷെ അത് സംഭവിക്കാറുണ്ട്. അതവിടെ കേട്ടെ. പക്ഷെ മുൻവിധിയെ കുറിച്ച് എനിക്ക് ഒരു നെഗറ്റീവും പറയാനുണ്ട്.
ഞാൻ 2000-ഓളം സ്റ്റാഫുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് ഇന്റേണൽ ട്രാൻസ്ഫറേ വരുള്ളൂ. അതായത് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിൽ പരീക്ഷാഭവനിലാണെങ്കിൽ അഡ്മിനിസ്ട്രേഷനിൽ. ഇപ്പം ഞാൻ അഡ്മിനിസ്ട്രേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവരും അടുത്ത് പരിചയം ഉണ്ടാവില്ല, വളരെ 100 ആൾക്കാരെ അടുത്ത് പരിചയം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളൊരു സെക്ഷനിൽ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പം എന്നും കാണുന്ന ആൾക്കാരാണെങ്കിലും ഓന് ഭയങ്കര തണ്ടാണ്, അത് മിണ്ടൂല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ആ സെക്ഷനിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ അവർ 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വളരെയധികം ക്ലോസ് ആയിരിക്കും. അപ്പം ആ മുൻവിധി നമ്മൾ അവിടെ നെഗറ്റീവായിട്ടാണ് കാണുന്നത്. ഒരുപാട് ആൾക്കാർക്ക് വലിയ സന്ദേശമാണ്. അതുപോലെ ഇപ്പം ഈ നസീമത്തെ പറഞ്ഞാലും ഇത് തന്നെ ഓരോരോ വേഷോ ഓരോരോ പ്രകൃതം ഒക്കെ കണ്ടിട്ട് നമുക്ക് ഒരാളെ ഒരിക്കലും മുൻവിധിയിൽ പെടുത്താൻ പറ്റില്ല. ഇന്ന ആള് ഇന്ന കോലത്തിലാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് വേറെ രൂപത്തിൽ എനിക്ക് തോന്നുന്നതാണ് കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അത് 99% ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ ആയി വരാറുണ്ട്. ഇപ്പൊ ഒരു പിന്നെ ഞാൻ ഇപ്പൊ ഇവിടെ അടുത്ത് തന്നെ കുറെ കാലമായാലും നമ്മളെ കുട്ടികള് ഹോസ്പിറ്റലിൽ ഒന്നും ആയിട്ടില്ലല്ലോ എന്ന് തോന്നി എനിക്ക്. ഹോസ്പിറ്റലിൽ അങ്ങനെ അഡ്മിറ്റ് ഒന്നും അല്ല, വളരെ ദൈവത്തിന്റെ സ്തുതി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അങ്ങനെ അതിന്റെ പിറ്റേന്ന് എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ പ്രാർത്ഥനകളൊക്കെ എന്തിനാ ശരിക്കും നല്ല സംഭവിക്കാൻ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ട് ആവരുത് നെഗറ്റീവായിട്ട് ആവാതിരിക്കാനും നല്ലത് സംഭവിക്കാനും. പിന്നെ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ 4 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞാൽ പിന്നെ ഈ കൊണ്ടോട്ടി പഞ്ചായത്ത് തന്നെ പല വാർഡുകളിൽ നിന്നും അടുത്തടുത്ത വാർഡുകളിൽ നിന്നും ഇവിടെ വന്നുകൂടിയ ആൾക്കാരാണ്. വന്നുകൂടിയിട്ട് കൊണ്ടോട്ടിക്കാർ തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ വരുമ്പം ഇവിടെ വെച്ചാൽ കൊണ്ടോട്ടി ടൗണിന്റെ അടുത്ത സ്ഥലമായിട്ടും വികസന കാര്യത്തിൽ വളരെ മോശമായിരുന്നു. ഇപ്പൊ നല്ല റോഡ് വെളിച്ച എല്ലാ പദ്ധതികളായി. അപ്പൊ വരുമ്പോ സമയത്ത് നമുക്ക് ഇവിടെ തോന്നി ഇവിടെ ഇപ്പൊ എങ്ങനെ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ ഇപ്പൊ നമ്മളെ ഇത് പ്രതികരിക്കുക അത് തോന്നി. പക്ഷെ ഇവിടെ വന്നു നോക്കുമ്പോൾ നമ്മൾ പ്രവർത്തന മേഖലയൊക്കെ ഇറങ്ങിയപ്പം 100% അഷ്റഫ് പറഞ്ഞ പോലെ പിരിവിന് പോയപ്പം പോലും ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തകിടം മറിച്ചു. അതെ വളരെ 100%, 101% സപ്പോർട്ടോട് കൂടി ഇവിടുത്തെ നമ്മുടെ അയൽക്കാർ വളരെ ഉഷാറായിട്ട് നമ്മളോട് പ്രവർത്തിച്ചു. ഞാൻ എന്റെ നാട്ടിൽ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ ഇവിടേക്ക് പിരിവിന് വരാം. നോക്കാലോ. മുൻവിധി ഉണ്ടായപ്പോ നെഗറ്റീവായിട്ടുള്ള അനുഭവം സ്വന്തം മുൻവിധി ഉണ്ടായപ്പോഴും ഉണ്ടായി എന്ന് പറഞ്ഞു. മുൻവിധികള് പിന്നീട് മുൻവിധികളോടുകൂടി സമീപിച്ച പല കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു, തിരിച്ചും വന്നു. നല്ല അനുഭവം. വേറെ ഒന്നും ഇല്ലല്ലോ? ഇരിക്കോ? ഇത് സലാഹുദ്ദീൻ പറഞ്ഞതിനെ കുറിച്ചൊന്ന് പറയാണ്. അദ്ദേഹം ഇപ്പൊ കൊണ്ടോട്ടിയിൽ ഒരു പുതിയൊരു കച്ചവട സ്ഥാപനം തുടങ്ങിയാൽ അദ്ദേഹം ആ കച്ചവട സ്ഥാപനത്തിലേക്ക് നോക്കും, ഇത് 1 വർഷം ഓടും. അങ്ങനെ പറഞ്ഞാൽ അത് സംഭവിക്കാറുണ്ട്. അപ്പോ അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് സ്ഥാപനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, നന്നായിരിക്കും. അതാണ് ഞങ്ങൾ പറയാനുള്ളത്. അനുഭവത്തിലുള്ള ഒരു സംഗതി പറഞ്ഞാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ ഇത്രയും ദിവസം പിള്ളേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു തിരിഞ്ഞു വന്ന് പിറ്റേ ദിവസം പണി കിട്ടി. എൻ്റെ പേര് NM അഷ്റഫ് മയർ. ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഖജാൻജിയാണ്. ഞാൻ കാണണ്ടോ? പിരിവൊക്കെ എൻ്റെ കയ്യിലാണ് വരാറുള്ളത്. അതുകൊണ്ട് ഞാൻ വേണ്ട മാതിരി ചെയ്തു തരാം. പിന്നെ എനിക്ക് ജോലി ആധാരമെഴുത്താണ്. ഇവിടെ കൊണ്ടോട്ടി തന്നെയാണ്, കൊണ്ടോട്ടി കുറുപ്പത്ത്. ഒരുപാട് വിധികർത്താവാണ്, പലതരത്തിലും മാറ്റിമറിക്കലൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റു കാര്യം പറയാം, ഈ മുൻവിധിയെ കുറിച്ച് പറയുമ്പോൾ ഈ മനുഷ്യരെ കുറിച്ച് മാത്രമല്ല മുൻവിധി, 3 തരത്തിലാണ് മുൻവിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3 തരത്തിലുണ്ട് മുൻവിധി. ഇപ്പോൾ മനുഷ്യരെ കുറിച്ച് മുൻവിധി ഉണ്ടാവാം, മൃഗങ്ങളെ കുറിച്ച് മുൻവിധി ഉണ്ടാവാം, പിന്നെ ഈ യന്ത്രങ്ങളെ കുറിച്ചും ഉണ്ടാവാം. ഇപ്പോൾ മനുഷ്യനെ കുറിച്ചുള്ള മുൻവിധി എന്ന് പറയുന്നത് മനുഷ്യന് ഇപ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഒരു പക്ഷേ അത് മിക്കവാറും തെറ്റായിരിക്കും മുൻവിധി. ഇപ്പോൾ മൃഗങ്ങളെ കുറിച്ച് മുൻവിധി ഉണ്ടാകുമ്പോൾ ഒരു പുലി വരുമ്പോൾ അത് കടിക്കില്ല നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല, കടിക്കും എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. അതിന് മുന്നിൽ നിന്നിട്ട് കടിക്കൂല എന്ന് പറഞ്ഞാൽ നമ്മൾ ചാടി കടിക്കും. അതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്, ഞാൻ പറയാം. അപ്പൊ അത് അങ്ങനെ അവർ ചിലപ്പോൾ പൂച്ച കടിക്കൂല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെല്ലും, ഒരു പക്ഷേ പൂച്ച മാന്തും. അപ്പൊ ആ മുൻവിധി അങ്ങനെ ഉണ്ടാവും. ചിലപ്പോൾ മാന്തിയിരിക്കും, കടിച്ചില്ല.
ഒരു പക്ഷേ കടിക്കുകയോ വാന്ത എന്തോ ആവാം. പിന്നെ മറ്റൊന്ന് യന്ത്രം. യന്ത്രം എന്ന് പറയുന്നത് നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ കാറ്, ബസ്, ഇവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോവുകയാണ്, മനുഷ്യരാണ് ഓട്ടുന്നത്. എന്നാൽ യന്ത്രം പാളി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ യന്ത്രത്തെ കുറിച്ച് നമ്മളിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അത് ഇവിടെ എത്താറായിട്ടില്ല, ഞങ്ങൾക്ക് കടക്കാം എന്നുള്ള കോലത്തിലാണ് കടന്നാൽ ചിലപ്പോൾ ഇടും, തീർന്ന്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് അതിനെക്കുറിച്ചൊരു മുൻവിധി വേണം. തട്ടും എന്നുള്ള മുൻവിധിയോട് കൂടി തന്നെ നമ്മൾ കുറച്ച് അരിയിൽ മാറി നിന്നിട്ട് അത് പോയിട്ട് പോവാം എന്ന് പറയണം. അതൊരു മുൻവിധിയാണ്. അപ്പോൾ മുൻവിധികൾ പലതും പല സംഗതിയിലും പോസിറ്റീവായിട്ടും വരാം, നെഗറ്റീവായിട്ടും വരാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൃഗങ്ങളെ സംബന്ധിച്ചിട്ട് പൊതുവെ മനുഷ്യൻ എന്തുകൊണ്ടറിയോ മൃഗങ്ങളെ പേടിക്കണത്? ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ്റെ വിചാരം മൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ്റെ വിചാരം മൃഗങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ്റെ സ്വഭാവമാണ് ശരിക്കും. ചിലപ്പോൾ പലപ്പോഴും ഇപ്പോൾ നിങ്ങളൊക്കെ ഈ ഇടവഴിക്കൊക്കെ നടക്കുമ്പോൾ, എനിക്ക് എൻ്റെ സ്വന്തം അനുഭവമാണ്, നടക്കുമ്പോൾ ഇങ്ങനെ പട്ടിയൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ ഇട്ട് നടക്കും. പട്ടീനോട് ഒന്നുമില്ലേ, പട്ടിയെ ഒരു പ്രശ്നവും ആ പട്ടീൻ്റെ ഭാഗത്ത് ഉണ്ടാവാറില്ല. എന്റെ അതന്നെ വർഗത്തിൽ പറഞ്ഞാല് നമ്മളെന്താ വിശ്വസിക്കണത്, ഈ ഉലകത്തിലുള്ള എല്ലാം ആ പടച്ചവൻ വരാൻ നമുക്ക് തന്നതാണ് നമ്മൾ അല്ലേ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവ് മൂപ്പരാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ചാൽ തന്നെ മൂപ്പരും ഈ പട്ടിയും ഈ മൃഗവും ഇതും എല്ലാം നമ്മളെല്ലാം ഒരേ അല്ലേ. അപ്പോൾ അത് അല്ല പറയാ, അങ്ങനെ എന്താ വെച്ചാൽ കടിക്കില്ല എന്ന് വിചാരിച്ച സാധനം കടിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അതെ അതെ, കടിക്കില്ല എന്ന് വിചാരിച്ച സാധനം ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ വാഹനം ഒക്കെ മുൻവിധി കൊണ്ട് ചിലപ്പോൾ നല്ലതും ഉണ്ടാവാം, ചീത്തതും ഉണ്ടാവാം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പറഞ്ഞോളൂ. ഇപ്പോൾ സലാഹുദ്ദീനെ കുറിച്ച് തന്നെ പറയാം, ഒരു സംഗതി പറയാം. ഞാൻ 10-35 വർഷത്തോളം ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് അദ്ദേഹത്തുമായിട്ട്. അപ്പൊ എന്തും പറയാം, എനിക്ക് എന്തും പറയാം, അവന് സഹിച്ചോളും എന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ അവന്റെ കൂട്ടത്തില് ഈ ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന ഒരു സുലൈമാൻ എന്ന ഒരാളുണ്ട്, അത് നീറാടുള്ള ഒരാളാണ്. അപ്പോ ഇവന് ഗൾഫിൽ പോയിരുന്നു ഇടക്കാലത്ത്, ഈ സലാഹുദ്ദീന് ഇവിടുത്തെ പൈസ പോരായിട്ട് അവിടെ പോയതാണ്. അപ്പോ അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോ കൈമിൽ റേഡോ വാച്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സുലൈമാൻ ഞാനുമായിട്ട് വളരെ ഫ്രണ്ടാണ്, എന്നെ കൂടെ പഠിച്ചതാണെങ്കിലും ഞാനുമായിട്ട് സുലൈമാൻ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇവന് കൂടി ഞാനിങ്ങനെ സഞ്ചരിക്കണ സമയത്ത് ഈ സലാഹുദ്ദീനുണ്ട് കൂടെ. അപ്പോൾ എന്നെ സുലൈമാൻ വേറെ വിളിച്ചിട്ട് പറഞ്ഞ് വല്ല ഗമയാണ്, ഞാനും ഓനെ കൂടെ 3-4 വർഷം പഠിച്ചിട്ട് അവന് വലിയ ഗമയാണ്, ഇല്ല റേഡോ വാച്ച് കെട്ടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അവന് പറഞ്ഞു, അതിനുശേഷം പറഞ്ഞ് സലാഹുദ്ദീനെ വിട്ടിട്ട് സുലൈമാൻ പറഞ്ഞ് ഒന്ന് ബന്ധപ്പെട്ട് നോക്ക് അപ്പം അറിയാം, ഒന്ന് ബന്ധപ്പെട്ട് നോക്ക് അപ്പം അറിയാന്ന് പറഞ്ഞു. എന്നാൽ ശരി ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞു. സംസാരിച്ച് നോക്കി. ഇപ്പോൾ ഒരു രണ്ടാളൊക്കെ ഒറ്റ പ്രസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വലിയ അടുപ്പാണ്. അപ്പൊ ആ മുൻവിധി തെറ്റായിരുന്നു, തെറ്റായുള്ള ഒരു മുൻവിധി ആയിരുന്നു. അല്ലല്ല ഇവിടെ അല്ലേ ഇല്ലാത്തോടാ പറഞ്ഞേ, എന്തും പറയാലല്ലേ, അല്ല അയാള് ഞങ്ങൾക്ക് ഈ ചാനലിന്റെ ടൈം എപ്പോഴാണ് പറഞ്ഞാൽ പ്രത്യേകം പറയും, കാണാൻ വേണ്ടി കാണണമെന്ന് പറയും. എൻ്റെ പേര് അബ്ദുൽ കരീം. ഞാൻ എൻ്റെ വിധി ഞാൻ ഉദ്ദേശിച്ച തെറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി പിന്നെ പല പ്രാവശ്യം കുഞ്ഞു ആവർത്തിച്ച് പറഞ്ഞ് അയൽക്കൂട്ടം, ദർശനൻ്റെ അയൽക്കൂട്ടം എന്ന് പറഞ്ഞ് വെറുപ്പിച്ച് പറഞ്ഞ് വെറുപ്പിച്ചിട്ട് എൻ്റെ മനസ്സ് ആകെ വെറുത്തിരുന്നു. അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ എനിക്ക് അർജൻറ്റായിട്ട് ഇടവണ്ണ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ ഇടവണ്ണയിലേക്ക് പോകാൻ ഞാനും ഭാര്യയും കൂടി. അപ്പോൾ കുഞ്ഞ് ഇവിടെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ പോവാണ് ചോദിച്ചു. ഞാൻ പോവാണ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അതിൽ, ഞാൻ പോവാണെന്നാണ്. അങ്ങനെ ഞാൻ പോയപ്പോഴാണ് പിന്നെ ആലോചിച്ചത്, അല്ല പോകരുത്. ഇവിടെ ഈ അയൽക്കൂട്ടം എന്നുള്ള ബോർഡും കണ്ട്, ദർശന ടി വിൻ്റെ ഈ അയൽക്കൂട്ടം എന്നുള്ള ബോർഡ് കണ്ടപ്പം എനിക്ക് മനസ്സിൽ തോന്നി, സാധാരണ ചാനലുകൾ താല്പര്യപ്പെടാത്ത ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ചാനൽ തുറന്നിക്കുകയാണെങ്കിൽ കാണുന്ന ഓരോ ഈ സീരിയലും മറ്റും മറിച്ചൊക്കെ സമയം കൊല്ലുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടി വി പരിപാടികൾ വെറുപ്പായിരുന്നു. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതായാലും നമ്മൾ തിരിച്ചു വരാമെന്ന് ഉദ്ദേശിച്ച് ഞാൻ പോകേണ്ട സ്ഥലത്ത് ഫോൺ ചെയ്തിട്ട് എനിക്കിങ്ങനെ ചെറിയൊരു പരിപാടി ഉണ്ട്, ആ പരിപാടി ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടപ്പോഴും ഈ പരിപാടി കണ്ടപ്പോഴും
എല്ലാം എനിക്ക് തോന്നി പോയിരുന്നെങ്കിൽ അത് എനിക്കൊരു വലിയ നഷ്ടമായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പങ്കെടുക്കാൻ കഴിഞ്ഞത്. ഇന്ന് പോലും ഈ പരിപാടിയോടനുബന്ധപ്പെട്ട് പോലും മുൻവിധി ഉണ്ടായിരുന്നു അല്ലേ? ആ മുൻവിധി തെറ്റി തകിടം മറിഞ്ഞു. നന്ദി. നമ്മുടെ പേര് കമർബാനു. ഞാൻ ഹൗസ് വൈഫാണ്. മുൻവിധിയിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഈ ചർച്ചയിൽ നിന്ന് തന്നെ മനസ്സിലായി. അപ്പോൾ കഴിഞ്ഞു പോയ തലമുറകളിൽ ഇപ്പോൾ ഉള്ള തലമുറകളിൽ ഇനി വരാൻ പോണ തലമുറകളിൽ ഈ വിധി എന്നും നമ്മോടൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ വിധിയെ മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നത് ഈ വിധി അത് നമ്മളെ ആ വലിയ വിധിയേ അല്ല, നമ്മളെ മനസ്സിൽ വിധി ഏത് ചെറുതുമാകട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയാണ്. ഈ വിധിയെ പിന്നെ നമുക്ക് മറ്റൊരു വിധിക്ക് വിട്ടുകൊടുക്കാം. സംഭവാമി യുഗേ യുഗേ വരുന്നത് കാലാകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആ വിധി ഏത് തന്നെ ആയാലും അപ്പം നേരിടാം എന്നൊരു വെരി ഗുഡ്. നല്ല ഇന്നത്തെ വാചകമേളയുടെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യ ദർശന TV പ്രേക്ഷകർക്കും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് അയൽക്കൂട്ടത്തിന്റെ പുതുവത്സരാശംസകൾ. ഗുഡ് ബൈ. നാടൻ കാക്കാർ വന്നാലേ ഇവരിങ്ങനെ പച്ച പാവായി ഇങ്ങനെ കണ്ടാൽ തന്നെ ചായ ആണോ ചോദിക്കാൻ തോന്നിട്ടുള്ളൂ. കോടിപതിയാവും, നമ്മളെ പൊട്ടനാക്കാണ്. ഭർത്താക്കന്മാരും അഡ്ജസ്റ്റ് ചെയ്യണം. ഭാര്യമാര് മാത്രം ആ മുൻവിധി അവർ വരുന്നത് തന്നെ ഇത് യുദ്ധം ഉണ്ടാക്കാനാണെന്നുള്ള നിലക്ക് വരും.